ഹലോ, ഇന്ന് പഴയ കാലത്ത് ഉണ്ടാക്കിയിരുന്ന ഒരു പനവരകിയതിൻ്റെ റെസിപ്പിയാണ്. പനപ്പൊടിയിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒന്ന് അരിച്ചിട്ടൊരു പാത്രത്തിലേക്ക് മാറ്റുക. ലോ ഫ്ലെയിമിൽ വെച്ച് നന്നായി ഇളക്കി കൊടുക്കുക. 3 ആണി ശർക്കര ഞാൻ മെൽറ്റാക്കാൻ വെച്ചിട്ടുണ്ട്. ഏകദേശം ഇത് കുറുകി വരുമ്പോൾ നമുക്ക് ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാം. നന്നായി മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുക്കുക. നമ്മൾ ആവശ്യത്തിന് ചേർക്കാം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കുക. അരമുറി തേങ്ങയുടെ പാൽ ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക. സാധാരണ ഇതിൽ തേങ്ങാപ്പാലൊന്നും ചേർക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല, പക്ഷേ തേങ്ങാപ്പാൽ ചേർത്ത് ഉണ്ടാക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ എന്തായാലും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. പിന്നെ അതിലേക്ക് കുറച്ച് ഉപ്പും കുറച്ച് ഏലക്കാപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. ഇനി നന്നായി മിക്സ് ചെയ്തെടുക്കുക. ഇത് തണുപ്പിച്ച് നമുക്ക് കഴിക്കാവുന്നതാണ്. ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റി ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് കഴിഞ്ഞാൽ ഇത് കട്ട് ചെയ്ത് നമുക്ക് കഴിക്കാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.